ആം ആദ്മി പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയേക്കാൾ മുമ്പിലാണ്. ഒരു സീറ്റിൽ കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. 36 ആം ആദ്മി പാർട്ടി, 33 BJP. അതായത് പരാജയം സമ്മതിച്ചു തരാൻ അരവിന്ദ് കെജ്രിവാൾ ഒരുക്കമല്ല. അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും പിറകിലാണെങ്കിൽ പോലും 36 ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾ മുമ്പിലാണ്. അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള കൗണ്ടുകൾ വന്ന് തുടങ്ങിയതോടെ ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജനവിഭാഗമായ അടിസ്ഥാന വർഗത്തിന്റെ വോട്ട് എണ്ണുമ്പോൾ BJPയേക്കാൾ ഒരു പടി മുമ്പിലുണ്ടാകും ഞങ്ങൾ എന്ന ആത്മവിശ്വാസം ആം ആദ്മി പാർട്ടിക്ക് ശരിയായി വരികയാണോ? ഈ ഒരു വലിയ അർബൻ മണ്ഡലത്തിലെ സർവീസ് വോട്ടുകളും മറ്റുമൊക്കെ BJPക്ക് അനുകൂലമാകുന്നു. മിഡിൽ ക്ലാസ് വോട്ടുകൾ BJPക്ക് അനുകൂലമാകും. അടിസ്ഥാന വർഗ വോട്ടുകൾ ഒരിക്കൽ കൂടി ആം ആദ്മി പാർട്ടിയെ അധികാരത്തിലെത്തിക്കുമോ? ആ നിമിഷങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. 35-34 നിൽക്കും ഒരു സർക്കാർ എന്ന് പറയുന്നത് പ്രകടന പത്രികകളിൽ മാത്രം കണ്ടു ശീലിച്ച ജനത്തിന് മുന്നിൽ ഇതാ ഇങ്ങനെ ജീവിക്കൂ, കുറച്ചുകൂടി അന്തസ്സോടുകൂടി ജീവിക്കൂ, കുറച്ചുകൂടി കരുതലോടുകൂടി ജീവിക്കൂ എന്ന പ്രഖ്യാപനം പ്രാവർത്തികമാക്കിയ ഒരു സർക്കാരായി പോയ പതിറ്റാണ്ടുകാലം ആം ആദ്മി പാർട്ടി അവർക്കൊപ്പം നേരിടുമെങ്കിൽ അഴിമതി ആരോപണം, അതിനൊപ്പം തന്നെ ധൂർത്ത തുടങ്ങിയ കാര്യങ്ങളിൽ വിമർശനം നേരിടുമ്പോഴും ജയിൽവാസത്തിനു ശേഷം തിരിച്ചു വരുന്ന അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും അവർക്ക് മുഖ്യമന്ത്രി തന്നെയാണോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നുണ്ട്. പക്ഷെ ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ പിന്നിൽ തന്നെയാണ്. ഇന്ദ്രപ്രസ്ഥം ഇളകുന്നു. ഇന്ദ്രപ്രസ്ഥത്തിൽ ഇഞ്ചോടിഞ്ച് അങ്ങേയറ്റം ആവേശകരമാവുകയാണ്. 35-34-1 എന്നുള്ള നിലയിൽ 70 മണ്ഡലങ്ങളുള്ള ഡൽഹിയിലെ മുഴുവൻ സീറ്റുകളിലെയും ഫലസൂചനകൾ വരുമ്പോൾ 35 ആം ആദ്മി പാർട്ടിയും 34 ഭാരതീയ ജനതാ പാർട്ടിയും നേരത്തെ കണ്ട സംഖ്യകളുടെ മറ്റൊരു രൂപം നമുക്ക് കാണാൻ കഴിയും. 35 സീറ്റിലാണ് നിലവിൽ ആം ആദ്മി പാർട്ടി, 34 സീറ്റിൽ BJP, ഒരിടത്ത് കോൺഗ്രസ്. 35-34 എന്നുള്ള നിലയിൽ ഇപ്പോഴും ആം ആദ്മി പാർട്ടിയാണ് മുമ്പിൽ. ഒരു പൊടിക്ക് ആം ആദ്മി പാർട്ടി മുമ്പിൽ നിൽക്കുകയാണ്. ആം ആദ്മി പാർട്ടി 35, BJP 34. എന്തും സംഭവിക്കാം ഡൽഹി ഒരു ഡൺ ഡീൽ അല്ല. എന്തും സംഭവിക്കാം ഡൽഹിയിൽ. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കോൺഗ്രസ് എത്ര വോട്ട് പിടിച്ചു എന്നുള്ളത് കൂടി നിർണായകമാകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ ആര് ഭരിക്കും? നരേന്ദ്രമോദിയുടെ മൂക്കിന് താഴെ 3ാം തവണയും അരവിന്ദ് കെജ്രിവാൾ ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കുമോ? 2013 ആദ്യം, 2015 പിന്നീട് 2020 2025 ആവർത്തിക്കുമോ എന്നറിയാനുള്ള കാത്തിരിപ്പാണ്.